പ്രിയമുള്ളവരെ, വചനജ്വാല 1694 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 21 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ. കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ. കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു. എന്നാൽ ജനത്തിന്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷിയെപ്പോലെ ക്രൂരയായി. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു, പക്ഷേ ആരും നൽകുന്നില്ല. സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നു. പട്ടുവസ്ത്രം ധരിച്ചു വളർന്ന അവർ ചാരക്കൂമ്പാരത്തിന്മേൽ കിടക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവയ്ക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോദോമിൻ്റെതിനേക്കാൾ വലുതാണ്. അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരും ആയിരുന്നു. അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാര ഭംഗി ഇന്ദ്രനീലത്തിന് തുല്യവുമായിരുന്നു. അപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. തെരുവീഥികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു. അത് ഉണങ്ങിയ വിറക് പോലെയായിരിക്കുന്നു. വാളേറ്റ് മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ്. അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്നു തളർന്നു നശിച്ചു. കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു. എന്റെ ജനത്തിന്റെ പുത്രിയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. കർത്താവ് തന്റെ ക്രോധം അഴിച്ചുവിട്ടു. അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു. സിയോനിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു. ശത്രുവിനോ വൈരിക്കോ ജെറൂസലേമിന്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ വിശ്വസിച്ചിരുന്നില്ല. അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവളുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് ഇത് സംഭവിച്ചത്. അവർ തെരുവീഥികളിലൂടെ അന്ധരായി അലഞ്ഞു നടക്കുന്നു. രക്തപങ്കിലമായ അവരുടെ വസ്ത്രം ആരും സ്പർശിക്കുകയില്ല. അശുദ്ധരെ അകന്നു മാറുവിൻ, അവിടത്തേക്കിനി അവരെ കുറിച്ച് കരുതലില്ല. പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ലഭിച്ചില്ല. സഹായത്തിന് വേണ്ടി വൃഥാ കാത്തിരുന്ന അവരുടെ കണ്ണുകൾ മങ്ങി. രക്ഷിക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. തെരുവീഥികളിലൂടെ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം ആളുകൾ
ഞങ്ങളെ പിന്തുടർന്നു. ഞങ്ങളുടെ അവസാനമടുത്തു. ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഞങ്ങളുടെ അവസാനം വന്നു കഴിഞ്ഞു. ഞങ്ങളെ അനുധാവനം ചെയ്തിരുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവയായിരുന്നു. അവർ ഞങ്ങളെ പിന്തുടർന്ന് മലകളിലൂടെ ഓടിച്ചു. ഞങ്ങളെ പിടിക്കാൻ അവർ ഭൂമിയിൽ പതിയിരുന്നു. ഞങ്ങളുടെ ജീവശ്വാസം കർത്താവിന്റെ അഭിഷിക്തൻ അവരുടെ കുഴിയിൽ പതിച്ചു. അവന്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കും എന്ന് ഞങ്ങൾ അവനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഈ ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രി, സന്തോഷിച്ച് ആഹ്ലാദിച്ചു കൊള്ളുക. എന്നാൽ നിന്റെ കയ്യിലും ഈ പാനപാത്രം എത്തും. നീ കുടിച്ച് മത്തുപിടിച്ച് അനാവൃതയാകും. സിയോൻ പുത്രി, നിന്റെ പാപത്തിന്റെ ശിക്ഷ പൂർത്തിയായി. നിന്റെ പ്രവാസം തുടരാൻ ഇനി അവിടുന്ന് അനുവദിക്കുകയില്ല. എന്നാൽ ഏദോം പുത്രി, നിന്റെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നിന്നെ ശിക്ഷിക്കും. അവിടുന്ന് നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ ആൻസലത്തെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഇറ്റലിയിലെ അവോസ്ത്ര എന്ന സ്ഥലത്ത് ലൊംബാർഡ് രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മാതാവായ എർമൻബെർഗ അതീവ ഭക്തയായിരുന്നു. അമ്മയുടെ മരണശേഷം പിതാവിന്റെ പെരുമാറ്റം അക്രമാസക്തമായി. 18-ാം വയസ്സിൽ സന്യാസം സ്വീകരിക്കാൻ തയ്യാറായെങ്കിലും പിതാവിന്റെ എതിർപ്പ് മൂലം സാധിച്ചില്ല. തന്നിമിത്തം 12 കൊല്ലം മതകാര്യങ്ങളിൽ അശ്രദ്ധനായി ചിലവഴിച്ചു. തുടർന്ന് ഇംഗ്ലണ്ടിൽ പോയി ഒരു ആശ്രമത്തിൽ ചേർന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിയരായി. 15 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആപത്തുമായി. അക്കാലത്ത് ദൈവം എന്തിന് മനുഷ്യനായി എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. 60-ാം വയസ്സിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റു. അന്നത്തെ രാജാവ് വില്യം റൂഫസ് തിരുസഭയുടെ സ്വത്ത് കൊള്ളയടിക്കുകയായിരുന്നു. റോമായിൽ പോയി പാലിയം സ്വീകരിക്കാൻ അദ്ദേഹം ആൻസലിനെ അനുവദിച്ചില്ല. ആൻസലം സ്വയം നാട് വിട്ടുപോയി. പിന്നീട് പാലിയം സ്വീകരിച്ച് വിപ്രവാസത്തിൽ കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് റൂഫസ് രാജാവ് മരിച്ച് ഹെൻറി 1 രാജാവായപ്പോൾ ആർച്ച് ബിഷപ്പിനെ തിരികെ വിളിച്ചു. മെത്രാന്മാരുടെ നിയമനാധികാരത്തെപ്പറ്റി തർക്കമുണ്ടാവുകയും വീണ്ടും നാട് കടത്തപ്പെടുകയും ചെയ്തു. 7 വർഷം കൂടി കഴിഞ്ഞപ്പോൾ തർക്കം അവസാനിച്ച് ആർച്ച് ബിഷപ്പ് തിരികെ എത്തി. കഷ്ടതയുടെ നടുവിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അടിമക്കച്ചവടത്തിന് ആദ്യകാലത്ത് എതിർത്തിരുന്നതും ആൻസലേമാണ്. സ്കോളാസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഈ പിതാവിനെ ഡോക്ടർ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് പദവിയിലേക്ക് ഉയർത്തി. പ്രിയമുള്ളവരെ, മെത്രാനും വേദപാരംഗതനുമായ
വിശുദ്ധ ആൻസലത്തിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.